ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി. അതിൻ്റെ ഓയിൽ കത്തുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഭാഗം അഴിച്ചിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് വന്നേക്കണമെന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലൈൻറ്റ്. അതായത് പിസ്റ്റൺ ഓയിൽ തീർന്നിട്ട് സിലിണ്ടറിനകത്ത് പിടിച്ചേർന്നു. ഇവിടെ നോക്കുമ്പോൾ അറിയാം സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഉരുകി പിടിച്ചാണ്. അലുമിനിയം പിസ്റ്റണാണ്, ബോറിനകത്തേക്ക് ഉരുകി പിടിച്ചേക്കാണ്. അതാണ് മെയിനായിട്ട് വന്നതാണ് കംപ്ലൈൻറ്റ്. ഞാൻ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൃത്യമായിട്ട് അതിനകത്ത് എത്രത്തോളം സ്ക്രാച്ച് വന്നിട്ടുണ്ടെന്നുള്ളത്. ആ രണ്ട് ഭാഗത്തുണ്ട്, അടിയിലുണ്ട്, അടിയിൽ നല്ല ഡീപ്പായിട്ടുണ്ട്, മുകളിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റണാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ടാണ് വരാത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ, അതിൻ്റെ പിസ്റ്റൺ പിന്നെ റിങ്സ് എല്ലാം അടക്കം ഒരു കിറ്റായിട്ടാണ് വരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ എക്സോസ്റ്റ് വാൽവ്, രണ്ട് വാൽവ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനകത്ത് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് വാൽവ് കയറി പോകുന്ന യൂണിറ്റ്, ഈ ഉള്ളിൽ കാണുന്ന ആയിട്ടാണ് ഗൈഡ് എന്ന് പറയുന്നത്. അതിന് തേമാനം വന്നേക്കണതുകൊണ്ട് എന്തോ പറ്റിയണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നീട് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടത്തിയുടെ വാൽവ് നമുക്ക് എന്തെങ്കിലും മാറണം. അപ്പോൾ ആ കൂട്ടത്തിയുടെ ഗൈഡ് മാറ്റിയിട്ട് വേണം വാൽവ് ഒന്ന് സീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ഈ രണ്ട് ബെയറിങ്ങും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടണം. അപ്പോഴാണ് നമുക്ക് ആ ഭാഗം കറക്റ്റായി പോകുള്ളൂ. പിന്നെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. നോർമൽ സാധാരണ ഒരു പ്ലേയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഈ പറഞ്ഞ രീതിയിൽ ഇടയ്ക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പുതിയ ഓയിലാണ് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുള്ളൂ കേട്ടോ. മറ്റേത് ഊറ്റി വെച്ചേക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ആ ഭാഗമായാലും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ വന്ന യൂണിറ്റാണത്. നിലവിലായിട്ട് നോക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല തന്നെയാണ്. നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ക്ലച്ച് ഷൂ ഒക്കെ ഇവിടെ ഐസോബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടാണ്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ജർക്കിങ് കംപ്ലയിൻറ്റാണ് കാണിക്കണേ. ആ കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഈ ക്ലച്ച് ഔട്ടറിനകത്താണ് കംപ്ലയിൻറ്റ്. ഈ കളർ വ്യത്യാസം വന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ചെറുതായിട്ട് ആ ക്ലച്ച് ഷൂ പിടിക്കുന്നുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അത് ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഈ കളർ ഷെയ്ഡ് വന്ന ഭാഗത്തുണ്ട്, ഈ അടിയിൽ വന്ന ഭാഗത്തുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ക്ലച്ച് ഷൂ ഡ്രമ്മിനത് ചില ഭാഗങ്ങളിലാണ് ടച്ച് ആവുക കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ച് ഷൂ നല്ല രീതിയിലൊന്ന് പേപ്പർ കട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കാം. ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് എനിക്ക് തോന്നുന്നു ഈ മുമ്പ് പോളിഷ് ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിസ്സാരം ഉണ്ടാവുള്ളൂ, ഒരു mm താഴേക്ക് വരുള്ളൂ. അതൊന്ന് ലേത്തി കൊടുത്താൽ നമുക്ക് പോളിഷ് ചെയ്ത് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഓയിൽ മാറുന്ന കൂട്ടത്തിൽ ഈ ബോൾട്ടിൻ്റെ കേസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഈ ബുഷുകളൊക്കെ ഒന്ന് മാറ്റണം. കാരണം ഇവിടെ പൊട്ട് വീണിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ അഴിക്കണ കൂട്ടത്തിലൊക്കെ മാറ്റണമാണ് നമുക്ക് എളുപ്പം. പിന്നെ ബാക്കിലത്തെ ബ്രേക്കൊക്കെ ജാമാണ് പിടിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് അഴിച്ച് ബ്രേക്ക് ലൈനർ മാറ്റണം. അതേപോലെ തന്നെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം സിലിണ്ടർ ഹെഡ് മാറ്റിയിട്ട് സിലിണ്ടർ മാറ്റി ഹെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ് എത്ര വരുമെന്ന് അതിൻ്റെ മാത്രം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ഇടാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിലിൻ്റെ ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കാനുണ്ട്. അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അഡീഷണൽ എസ്റ്റിമേറ്റ് അതിൻ്റെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതായിട്ടുള്ള എസ്റ്റിമേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ നമുക്കിപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. നിലവിൽ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം വരെ നമ്മളത് ക്ലിയർ ചെയ്താൽ പോണേ. അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും കൂട്ടത്തേക്ക് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ എഞ്ചിന് വരാവുന്ന ഭാഗങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണത്. ഓക്കെ, ബാക്കി നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നതിൻ്റെ അനുസരിച്ചിട്ട് അപ്ഡേഷൻ തരാം കേട്ടോ. കൂട്ടത്തേക്ക് നമ്മൾ എയർ ഫിൽറ്ററൊക്കെ മാറ്റും. എയർ ഫിൽറ്റർ, കാർബറേറ്റർ ക്ലീൻ ചെയ്യും. അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി ഡെലിവറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം.